ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എനർജി ഡയഗ്രാം അനാലിസിസിൻ്റെ അടുത്ത എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനർജി ഡയഗ്രാം ഫോർ പ്ലാനറ്ററി മോഷൻ. കൺസിഡർ ദ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ഓഫ് സൺ പ്ലാനറ്റ് സിസ്റ്റം. ലെറ്റ് ദ മാസ് ഓഫ് സൺ ഈസ് ക്യാപിറ്റൽ എം ആൻഡ് മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് സ്മോൾ എം. സൺ ആൻഡ് പ്ലാനറ്റ് ഈസ് ഇൻട്രാക്ടിങ് ത്രൂ ദ സെൻട്രൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് സെൻട്രൽ ഫോഴ്സായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൂടെയാണ് സണ്ണും പ്ലാനറ്റും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെപ്പറേഷനാണ് ഈ ആറ്. ഓക്കെ, അപ്പോൾ എനർജി ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സപ്പോസ് ഇറ്റ് ഈസ് ഇ, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ആൻഡ് യു എഫക്റ്റീവ് എന്താണെന്ന് അറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ആ എനർജി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ആറിൻ്റെ ഈ സെപ്പറേഷൻ്റെ ഫങ്ഷനായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ L²/2μr² എല്ലാ ഇതിലും കോമൺ ആയിട്ടുണ്ടാവും. ഏത് സിസ്റ്റം എടുക്കുകയാണെങ്കിലും ഈ ടേം എന്തായാലും കോമൺ ആയിട്ടുണ്ടാവും. ഈ L²/2μr² കോമൺ ആയിട്ടുണ്ടാവും. അത് സെൻട്രിഫ്യൂഗൽ ടേമാണത്. സെൻട്രിഫ്യൂഗൽ L²/2μr² എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യലാണ്. U(r) എന്ന് പറഞ്ഞാലോ നമ്മളെ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഒറിജിനൽ പൊട്ടൻഷ്യൽ എനർജി, ട്രൂ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ സണ്ണും പ്ലാനറ്റും തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയൊരു പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് യു എഫക്റ്റീവ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ U(r) എന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ അത് അവിടെ ഒരു ഫംഗ്ഷന് നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? U(r) കണ്ടെത്തിയിട്ട് ഇവിടെ കൊടുത്താൽ യു എഫക്റ്റീവ് കൃത്യമായിട്ട് നമുക്ക് എന്തായി നമുക്ക് കണ്ടെത്തി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ U(r) വി ഹാവ് ടു ഫൈൻഡ് U(r). നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് U(r) ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ എക്സ്പ്രഷൻ ഫോർ യു എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? U(r) കണ്ടെത്താം. ട്രൂ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താം, U(r). ഓക്കെ, അപ്പോൾ ട്രൂ പൊട്ടൻഷ്യൽ എനർജിയായ U(r) ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് U(r) കണ്ടെത്തുക? അത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ വർക്ക് ആൻഡ് എനർജി പറഞ്ഞ സമയത്ത്, പൊട്ടൻഷ്യൽ എനർജി ഡിസ്കസ് ചെയ്ത സമയത്ത്, പൊട്ടൻഷ്യൽ എനർജി സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടെത്തുക നമ്മൾ പറഞ്ഞിരുന്നു. അത് ഒരു അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ എക്സ്പ്രഷനാണെന്ത്? UB - UA, അതായത് പൊട്ടൻഷ്യൽ എനർജി അറ്റ് B മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് A ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ A to B F(r) dr. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താനുള്ള എക്സ്പ്രഷന്. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സെൻട്രൽ ഫോഴ്സ് ഇൻ ദ ഗിവൺ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ലിമിറ്റ് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടും. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു റെഫറൻസ് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യൽ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഒറിജിൻ ഏതാണ്? സണ്ണാണ് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നത്. ഇതാണ് ഒറിജിൻ. അപ്പോൾ ഈ ഒറിജിനിൽ നിന്നുള്ള R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ ഒരു പോയിൻറ്റിൽ ഇവിടെ ഈ പ്ലാനറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് U(r) ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, U(r). ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിൻ്റായിട്ട് ബീൻ്റെ സ്ഥാനത്ത് നമ്മളെന്താ കൊടുക്കുന്നത്? UB, അതായത് നമ്മുടെ പ്ലാനറ്റ് നിൽക്കുന്ന ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ U(r) എന്ന് വിളിച്ചു. UB എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ റെഫറൻസ് പോയിൻ്റ് കണ്ടെത്തണം. അപ്പോൾ റെഫറൻസ് പോയിൻ്റായിട്ട് ഇൻഫിനിറ്റിയെ നമ്മൾ എടുത്തത്, U∞, ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ. ഇവിടെ എൻ്റെ സ്ഥാനത്തപ്പോൾ ഏതായിരിക്കും? R ആയിരിക്കും. ഇവിടെ A എന്ന് പറഞ്ഞാൽ B എന്ന പോയിൻറ്റിൻ്റെ ഇതാണ്, പൊസിഷൻ വെക്ടറാണ്. ഇപ്പോൾ R. പിന്നെ ഇവിടെ എന്താ വരിക?
സോറി ഇൻഫിനിറ്റി ആണ് വരിക. ഇൻഫിനിറ്റി എ ആണ് ഇവിടെ ഉള്ളത്, അത് ഇവിടെ ഇൻഫിനിറ്റി ഇവിടെ കൊടുക്കുക. ആറാണ് അല്ല ബി ആണ് ഇവിടെ വരിക മേലത്ത്, അപ്പോൾ ആറ് ഇവിടെ കൊടുക്കുക. ഇൻഫിനിറ്റി ടു ആർ എഫ് ഓഫ് ആർ ഡി ആർ. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള പോയിൻ്റാണ്. ആ പോയിന്റിൽ ഇതിൻ്റെ ഇപ്പോൾ സണ്ണിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ ശരിക്ക് എന്താണ് പൊട്ടൻഷ്യൽ 0 ആണ്. യു ഇൻഫിനിറ്റി ഈസ് ഇക്വൽ ടു 0. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റ് ഈസ് 0. കാരണം അവിടെ സണ്ണിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ലോങ് പോയിന്റിൽ. അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് പോയിന്റ് 0 ആക്കി എടുത്താൽ നമുക്ക് നേരെ യു ഓഫ് ആർ കിട്ടും. അതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇൻഫിനിറ്റിനെ എടുക്കുന്നത്. സോ ദെർഫോർ ഈ ടേം നമ്മൾ എന്താക്കി കൊടുക്കുക 0. അത് 0 കൊടുത്താൽ യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ എഫ് ഓഫ് ആർ ഡി ആർ. ഇവിടെ എഫ് ഓഫ് ആർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എഫ് ഓഫ് ആർ അതെന്താണ്? നമ്മുടെ ഒന്നാമത്തെ മാസ് സണ്ണാണ്, രണ്ടാമത്തെ മാസ് എം ആണ്, പിന്നെ അവ സെപ്പറേറ്റ് ചെയ്യുന്ന ദൂരം ആറാണ്. വെക്റ്റർ ആറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആറാണ്. സെൻട്രൽ ഫോഴ്സിൽ ആ മാഗ്നിറ്റ്യൂഡിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള അട്രാക്റ്റീവായ സെൻട്രൽ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. മൈനസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ഈസ് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം സണ്ണിൻ്റെ മാസ്, സ്മോൾ എം പ്ലാനറ്റിൻ്റെ മാസ്, ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെപ്പറേഷൻ. അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വെക്റ്ററിൻ്റെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ആ കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി ഈ യു എഫക്റ്റീവിൻ്റെ എക്സ്പ്രഷനിൽ കൊടുത്താൽ നമുക്ക് യു എഫക്റ്റീവ് എന്താണെന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിവിടെ യു ഓഫ് ആർ കണ്ടെത്താൻ വേണ്ടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ ഡി ആർ. ഇതൊക്കെ ഇൻ്റഗ്രേഷനൊക്കെ വളരെ എളുപ്പമാണ്, കാരണം ഇവിടെ ആറ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും, അപ്പോൾ അത് പുറത്തെടുക്കുമ്പോൾ പ്ലസ് ആവും. പിന്നെ ജി എം എം ഒക്കെ കോൺസ്റ്റൻറ്റുകളാണ്. 1 ബൈ ആർ സ്ക്വയർ ഡി ആർ ഇൻഫിനിറ്റി ടു ആർ. സോറി, ഇവിടെ എഫ് ഓഫ് ആർ അല്ല, യു ഓഫ് ആർ. ഞാൻ ചെയ്തു നോക്കിയാൽ യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ആർ സ്ക്വയറിനെ മേലെ കൊണ്ടുപോവുക, അപ്പോൾ ആർ റേസ് ടു മൈനസ് 2 ഡി ആർ. അപ്പോൾ ആർ റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1. കാരണം എക്സ് റേസ് ടു എൻ, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അതുപോലെ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് മൈനസ് 2 ആണ്. അത് കൊടുക്കുമ്പോൾ ആർ റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 വരും. അതായത് മൈനസ് 1 ബൈ ആർ. ആർ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ ആർ അല്ലേ. ഞാൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുക ഇൻഫിനിറ്റി ടു ആർ. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ ജി എം എം ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി ഈ ഉള്ളിലുള്ള മൈനസ് അതിനെ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ 1 ബൈ ആർ മൈനസ് 1 ബൈ ഇൻഫിനിറ്റി, അതായത് 1 ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ. ഇതാണ് യു ഓഫ് ആർ. നൗ എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈന്? അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ്. അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അട്രാക്റ്റീവായ ഫോഴ്സിനൊക്കെ നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ഇനി ഇത് യു എഫക്റ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് യു ഓഫ് ആർ. എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ്
യു ഓഫ് ആർ ആണ്. യു ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് അത് കൊടുക്കുക. മൈനസ് ജി എം എം ബൈ ആർ, മൈനസ് ജി എം എം ബൈ ആർ. ഇതാണ് യു എഫക്റ്റീവ്. അപ്പോൾ ഇനി നമുക്ക് എളുപ്പമല്ലേ, ഇനി എനർജി ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി എനർജി ഡയഗ്രാം വരക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഒരു ആക്സിസ് ചൂസ് ചെയ്യാം. ഇതെടുത്തു. അപ്പോൾ അതിന് വേണ്ടി ആക്സിസ് ചൂസ് ചെയ്യുക ആദ്യം. അപ്പോൾ ഒറിജിന് സെറ്റ് ചെയ്യാം. ഒറിജിൻ ഇവിടെയാണ്. ഇനി നമുക്ക് ഇത് എനർജി ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഈ ആക്സിസിൽ എനർജിയാണ് ഉണ്ടാവുക. ഇവിടെ പൊസിഷനാണ് ഉണ്ടാവുക. പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് എനർജി നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഇവിടെ പ്ലോട്ട് ചെയ്യണം, ഏതൊക്കെ എനർജി പ്ലോട്ട് ചെയ്യണം? ടോട്ടൽ എനർജി ഇ, പിന്നെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി, അതായത് യു എഫക്റ്റീവ്. അത് രണ്ടാണ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് യു എഫക്റ്റീവ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യു എഫക്റ്റീവ് പ്ലോട്ട് ചെയ്യാൻ ഇത് ഒറ്റ ഫംഗ്ഷനല്ല. ഇവിടെ L²/2 μr² ഉണ്ട്, പിന്നെ GMM/r ഉണ്ട്. ആദ്യം അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യാം. L²/2 μr² പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം പ്ലോട്ട് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. രണ്ട് ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ആദ്യം ഈ ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയി മാർക്ക് ചെയ്യുക ഈ ഗ്രാഫിൽ, പിന്നെ ഇതിനെ മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്നിനെ ആദ്യം മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ മാർക്ക് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ മേലെ ഒരു കോൺസ്റ്റൻറ്റാണ് GMM. ഇത് 1/r ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ടേം മാത്രം ആദ്യം പ്ലോട്ട് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ ട്രൂ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഈ ടേം മാത്രം. അതെങ്ങനെ ഇവിടെ പ്ലോട്ട് ചെയ്യാം? 1/r ഗ്രാഫ്, അവിടെ 1/r അല്ല ഫംഗ്ഷന്. അപ്പോൾ 1/r ഗ്രാഫ് ആദ്യം വരയ്ക്കുക. അപ്പോൾ 1/r ഗ്രാഫ് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ആ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? അടിയിലെ 1/r ആയിരിക്കും, അടിഭാഗത്തായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളാദ്യം GMM ഈ ടേമിൻ്റെ ഇത് വരയ്ക്കാൻ 1/r എങ്ങനെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് 1/r ഗ്രാഫ് എങ്ങനെയാണ് ശരി സാധാരണ ഉണ്ടാവല്? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? 1/r പ്ലസ് 1/r ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ മൈനസ് 1/r ആണെങ്കിൽ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ അത് മൊത്തം റിവേഴ്സ് ആയിട്ടുണ്ടാവും. ഇത് മൊത്തം റിവേഴ്സ് ആയൊരു ഗ്രാഫ്. ഇങ്ങനെ മൈനസ് 1/r. ഇവിടെ മൈനസ് 1/r മാത്രമല്ല ഉള്ളത്, ഒരു കോൺസ്റ്റൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി വലുതായിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള സാധനം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പോയിൻറ്റിലും വാല്യൂ കൂടൂലേ? അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കുറച്ച് ദൂരത്തുള്ള ഇതേ ഷേപ്പിലുള്ളൊരു ഗ്രാഫ് അത് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യാം. -GMM/r പ്ലോട്ട്. ഒന്നും കൂടി പറയാം, 1/r ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. രണ്ടൊരു സിമ്മട്രിക് ആയ ഗ്രാഫായിരിക്കും. സപ്പോസ് ഇതാണ് പോയിൻ്റ് 1 എന്നുള്ള പോയിൻ്റ് 1. ഇത് y ഒന്നായിരിക്കും. കാരണം r = 1 എടുത്ത 1/r 1 തന്നെയല്ലേ വൈയും കിട്ടുക. അപ്പോൾ ഇത് 1. ഇനി 1/r ഇത് 1/r കേട്ടോ, 1/r. ഇനി 1/r² ആണെങ്കിൽ എങ്ങനെ വരിക? ഇവിടെ 1ൻ്റെ താഴത്തേക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് 1/r² ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. 1/r². ഇനി 1/r³ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഒന്നും കൂടി ഇങ്ങോട്ടായിട്ടുണ്ടാവും. 1/r³. ഇതായിരിക്കും 1/r³. 1/√r ആണെങ്കിലോ? അപ്പോൾ 1/r അടിയിലാണ് വരിക. അപ്പോൾ എങ്ങനെ വരിക? 1/√r ആണെങ്കിൽ ഇങ്ങനെ വരിക. ഓക്കെ, അതായത് ഇത് നോക്കിയാൽ മനസ്സിലാവും. √r ഇങ്ങനെ 1/r ഇങ്ങനെ സിമ്മട്രിക്ക്. പിന്നെ r-നേക്കാൾ പവർ ഇങ്ങനെ 1-നേക്കാൾ പവർ കൂടുമ്പോൾ അത് ഇങ്ങനെ ആയി വരും. 1-നേക്കാൾ പവർ കുറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാവും. അപ്പോൾ നമ്മളവിടെ 1/r നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി 1/r² ആണ്. അപ്പോൾ ഈ 1-നേക്കാൾ ഇങ്ങനെ ആയി വരുന്ന ഗ്രാഫായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് ഇനി ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ L²/2 μr² ഇവിടെ വരച്ചു. അതാണ് എന്ത്? ഇതാ L²/2 μr². ഓക്കെ, 2 μr². അതിൻ്റെ ഗ്രാഫാണിത്.
ഇനി നമുക്കിത് ഇതിപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളത് L²/2 mu r² ആണിത്, GMM/r ആണിത്. ഇനി ഓരോ പോയിന്റിലും വാല്യൂസ് നമുക്ക് നോക്കിയാൽ മതി. ഓരോ പോയിന്റിൽ നോക്കുക. രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റാണ് ഈ ടോട്ടൽ ഗ്രാഫ് യു എഫക്റ്റീവിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇനി നമുക്ക് ഓരോ പോയിന്റിലെയും ഈ യു എഫക്റ്റീവിൻ്റെ വാല്യൂ നോക്കാം. കാരണം ഇതേ മൈനസ് ഇതാണ്, അതായത് ഇതേ മൈനസ് ഇത്. അപ്പോൾ ഈ പോയിന്റിൽ എന്താ അവസ്ഥ? ഈ പോയിന്റിൽ അപ്പോൾ റെഡ് വെച്ചിട്ട് ഞാൻ വരക്കാം കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാഫ്. ഓരോരോ പോയിന്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റിൽ ഏതായിരിക്കും കൂടുതലുണ്ടാവുക? ഇതാണ് കൂടുതലുണ്ടാവുക. ഇത് ഇതിൻ്റെ മുമ്പേ റൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്കൊക്കെ എന്തായിരിക്കും? ഇവിടുന്ന് ഏകദേശം കുറച്ചൊക്കെ എത്ര വരെ ഇവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക. പോസിറ്റീവായ ഇതായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ പോയിന്റിലൊക്കെ ഇതേ മൈനസ് ഇതാണല്ലോ L²/2 mu r². ഇതാണ് യു എഫക്റ്റീവ്. L² നമ്മുടെ യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ മൈനസ് ഇതാണ്. അപ്പോൾ ഇതിൽ വലിയത് ആദ്യമൊക്കെ ഏതായിരിക്കും വലുതായിട്ട് വരിക? ഇതായിരിക്കും വലുതായിട്ട് വരിക. അപ്പോൾ അവിടെ ഇങ്ങനെ ആയിരിക്കും വരിക. അവിടെയൊക്കെ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പിന്നെ കുറച്ചൊരു നിശ്ചിത പോയിന്റ് കഴിയുമ്പോൾ എന്തായി മാറും? അതൊക്കെ ഇതാണ് വലുത്. കാരണം ഇത് 1/r ആകുമ്പോൾ അത്ര സ്പീഡ് എന്ത് ചെയ്യില്ല, കൂടില്ല. അതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് ചെറിയ വാല്യൂവിൽ ഇത് കൂടും. കാരണം ഇത് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ വാല്യൂകളിൽ ഏതാണ് വലുതുണ്ടാവുക? 1/r² ആണ്. കാരണം നമ്മൾ r = 0.2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1/r² എന്താ വരിക? 1/0.04. 1/r എന്താ വരിക? ഇതാണ് 1/r². 1/r എന്താ വരിക? 1/0.2. 1/r ഏതാ വലുത്? ഇതാണ് വലുത്. കാരണം ചെറിയ അടിയിൽ ഡിനോമിനേറ്ററിൽ ചെറിയ സംഖ്യ ഇതാണ്, ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യയാണിത്. അപ്പോൾ ചെറിയ വാല്യൂകൾ, ഒന്നിനേക്കാൾ ചെറിയ വാല്യൂകളിലൊക്കെ 1/r² ആയിരിക്കും വലിയതായിട്ട് വരിക. അതായത് L²/2 mu r²ൻ്റെ ടേം ആയിരിക്കും വലുതാവുക. പിന്നെ ഒന്നിനേക്കാൾ കൂടുമ്പോൾ ഈ ടേം വലുതാവും, നെഗറ്റീവ് ടേം വലുതാവും. അപ്പോൾ ആദ്യം ഈ ഭാഗമായിരിക്കും, ഈ ഭാഗത്ത് ഈ ഗ്രാഫായിരിക്കും വലിയ വാല്യൂ കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇതേ മൈനസ് ഇതിൻ്റെ ഗ്രാഫ് ആദ്യമൊക്കെ പോസിറ്റീവായിട്ട് ഇത് കാണിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാണ് വലുത്. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മനസ്സിലാവും. ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ദൂരേ ഉള്ളൂ, ഇവിടെ അതിനേക്കാളും ഉണ്ട്. അപ്പോൾ ഇതേ മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ഈ ടേം മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിൽ അത് നെഗറ്റീവ് സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് ഈ നെഗറ്റീവ് സൈഡ്. പിന്നെ അതിങ്ങനെ എന്ത് ചെയ്യും? പിന്നെ ഇതിങ്ങനെ ചെറുതാവാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് എന്ത്? യു എഫക്റ്റീവിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വരക്കുന്നത് നമ്മൾ? ഇത് വരക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജി = എന്താണ്? 1/2 mu r.² പ്ലസ് യു എഫക്റ്റീവ് ആണ്. അപ്പോൾ ഈ r ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ റേഡിയലായിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിങ്ങനെ എലിപ്സിലൊക്കെയാണ് മൂവ് ചെയ്യുന്നത് നിൽക്കുക. അപ്പോൾ ഇതിങ്ങോട്ട് പോകുന്തോറും ഇവിടെ എത്തുമ്പോൾ 6 ചെറുതായി, ഇവിടെ എത്തുമ്പോൾ വീണ്ടും 6 ചെറുതായി ഇങ്ങനെ വരിക. അതായത് 6ൻ്റെ ആ വലിപ്പം ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അതാണ് ആ ടേമാണെന്ത്? ഈ ടേം. 6ൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് റേഡിയൽ മോഷന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജിയാണ് ഈ ടേം. ആ ടേം നമുക്ക് ആ കൈനറ്റിക് എനർജി ഓരോ പോയിന്റിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടി അത് വരക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റേഡിയൽ കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ K = എന്താണ്? കേനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ മറ്റേ അങ്ങോട്ട് കൊണ്ടുപോകാം. K = E - U എഫക്റ്റീവ്. ഇതൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോ പോയിന്റിലും E - U എഫക്റ്റീവ് നമുക്ക് കണ്ടെത്താൻ പറ്റും ടോട്ടൽ എനർജി അറിയുകയാണെങ്കിൽ. അതായത് ഓരോ പോയിന്റിൽ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് കൈനറ്റിക് എനർജി, റേഡിയൽ മോഷൻ്റെ കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ടോട്ടൽ എനർജി പ്ലോട്ട് ചെയ്യണം. ടോട്ടൽ എനർജി പ്ലോട്ട് ചെയ്താൽ അതേ മൈനസ് ഇത് എടുത്താൽ മതി ഓരോരോ പോയിന്റിൽ. അപ്പോൾ ടോട്ടൽ എനർജിക്ക് നമ്മുടെ പ്ലാനറ്റിൻ്റെ ടോട്ടൽ എനർജി സപ്പോസ്
ടോട്ടൽ എനർജി ഞാൻ വേറെ കളർ വെച്ച് സൂചിപ്പിച്ചു. പിങ്ക് കളർ വെച്ച്, പിങ്ക് വേണ്ട, ഇത് വെച്ചു. സപ്പോസ് ടോട്ടൽ എനർജി ഈസ് ദിസ്. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കാണിക്കണം. കോൺസ്റ്റൻറ്റിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെയാണ് നിൽക്കുക കോൺസ്റ്റൻ്റ് എനർജി. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിലെ കൈനറ്റിക് എനർജി അറിയണമെങ്കിൽ, റേഡിയൽ മോഷൻ്റെ കൈനറ്റിക് എനർജി അറിയണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പോയിൻറ്റിലെ ഇയിൽ നിന്ന് ഈ പോയിൻറ്റിലെ യു എഫക്റ്റീവോടെ ഈ പോയിൻറ്റിലെ യു എഫക്റ്റീവ് കുറക്കുക. ഈ ഒരു പോയിൻറ്റിലെ കൈനറ്റിക് എനർജി അറിയണമെങ്കിൽ ഈ ഒരു പോയിൻറ്റിലെ ഇയിൽ നിന്ന് ഈ ഒരു പോയിൻറ്റിലെ ഇത് കുറക്കുക. നമുക്കൊന്നും കൂടി ഫ്ലാറ്റാക്കി വരച്ചാൽ ഒന്നുകൂടി നന്നാവും. ഓക്കെ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. ഓരോ പോയിൻറ്റിലെ കെ കിട്ടണമെങ്കിൽ കെ ഈസ് ഈക്വൽ ടു എന്താണ്? റേഡിയൽ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ. കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ കെ ഈസ് ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ്. ഇത് ശരിക്ക് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ആണ്. അതിനെ നമ്മൾ കെ കൊണ്ട് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഓരോ പോയിൻറ്റിലും റേഡിയൽ കൈനറ്റിക് എനർജി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ പോയിൻറ്റിൽ അത് എടുക്കുക. സപ്പോസ് നമുക്ക് ഈ പോയിൻറ്റിലെ റേഡിയൽ കൈനറ്റിക് എനർജി അറിയണം, ഈ പോയിൻറ്റിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ പോയിൻറ്റിലെ ഇയിൽ നിന്ന് ഈ പോയിൻറ്റിലെ യു എഫക്റ്റീവ് കുറക്കുക. ഈ പോയിൻറ്റിൽ അറിയണമെങ്കിൽ ഈ പോയിൻറ്റിലെ യുയിൽ നിന്ന് ഈ പോയിൻറ്റിലെ യു എഫക്റ്റീവ് കുറക്കുക. ഈ ഏത് പോയിൻറ്റിലാണ് അറിയേണ്ടത് അതാത് പോയിൻറ്റിലെ ഇയിൽ നിന്ന് അതാത് പോയിൻറ്റിലെ യു എഫക്റ്റീവ് കുറച്ചാൽ അതാത് കൈനറ്റിക് എനർജി കിട്ടും. എനിവേ നമുക്കെന്ത് പറയാം? ഇൻ ജനറൽ നമുക്കിങ്ങനെ പറയാം, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് യു എഫക്റ്റീവാണ്. യു എഫക്റ്റീവാണ് ഈ റെഡ്. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്? കൈനറ്റിക് എനർജി ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഈ ഒരു പോയിൻറ്റത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ പോയിൻറ്റത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് കെ ഉണ്ടാവുക. ഈ പോയിൻറ്റത്താണെങ്കിൽ ഇതും ഈ പോയിൻറ്റത്താണെങ്കിൽ ഇതും അതാണ് അതാത് പോയിൻ്റ്. അങ്ങനെ എടുക്കുക. ഈ നമ്മുടെ പ്ലാനറ്റിൻ്റെ എനർജി അത്ര തന്നെ ഇല്ലെങ്കിലോ, പ്ലാനറ്റിന് ഇത്ര എനർജി ഉള്ളൂ എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതാത് പോയിൻറ്റിൽ കൈനറ്റിക് എനർജി കുറയും. സപ്പോസ് പ്ലാനറ്റിന് ഇത്ര എനർജി ഉള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 കേസ് അനലൈസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കേസ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. പ്ലാനറ്റിൻ്റെ ടോട്ടൽ എനർജി ഇതാണ്, ഈ ബ്ലൂ കളറ്. ഇത് കേസ് 1. നമ്മളതിനെ കേസ് 1 ഈസ് ദിസ് ലൈൻ. ഇങ്ങനെയാണ്. ദ നാച്ചർ ഓഫ് മോഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടോട്ടൽ എനർജി ഇ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. കേസ് 1. ആ സമയത്ത് എന്താണ്? കേസ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇ ഗ്രേറ്റർ ദാൻ 0. ആ സമയത്തുള്ള അവസ്ഥ എന്താ? ഈ കൈനറ്റിക് എനർജി ഇവിടെയൊക്കെ പോസിറ്റീവാണ് കൈനറ്റിക് എനർജി. കാരണം റേഡിയൽ കൈനറ്റിക് എനർജി ഈ മൈനസ് യു എഫക്റ്റീവ് ഇവിടെയൊക്കെ ഇതെല്ലാം പോസിറ്റീവ് വാല്യൂ കിട്ടുക. അതെവിടെ അപ്പോൾ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. മുമ്പ് പറഞ്ഞല്ലോ, മുമ്പത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ പാർട്ടിക്കിളിന് ഇവിടെ വരെ മൂവ് ചെയ്യാം. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ യു എഫക്റ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ, ദെർഫോർ കൈനറ്റിക് എനർജി വിൽ ബി നെഗറ്റീവ്. അപ്പോൾ മോഷൻ ഈസ് ബൗണ്ടഡ് ഫ്രം ദിസ് പോയിൻറ്റ്. അപ്പോൾ ആറിൻ്റെ ഏറ്റവും അലോഡായ മിനിമം ആറിന് പോസിബിളായ മിനിമം വാല്യൂ എന്താണ്? ഈ വാല്യൂ ആണ് R0. ഈ ഒരു ഇവിടെ ഇത് ഇങ്ങനെ രണ്ട് കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് ഇതാണ്. അതുപോലെ ആറിന് ഇവിടെ എല്ലാ വാല്യൂസും പറ്റും. കാരണം ആ പോയിന്റിലൊക്കെ കൈനറ്റിക് എനർജി ഇ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യു എഫക്റ്റീവ്. ഇവിടുത്തെ ഏത് പോയിന്റിലും ഇ ഗ്രേറ്റർ ദാൻ യു എഫക്റ്റീവ് ആണ്. ഇതിൻ്റെ ഈ R0ൻ്റെ പുറത്തേക്ക് ഇ ലെസ് ദാൻ യു എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നെഗറ്റീവ് ആവും. പക്ഷേ നെഗറ്റീവ് കൈനറ്റിക് എനർജി എന്നുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പോസിബിൾ അല്ല. ഇങ്ങോട്ടുള്ള ഏത് പോയിന്റും പറ്റും. അപ്പോൾ ആ മോഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ടോട്ടൽ എനർജി എങ്കിൽ.
അതിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഈ പോസിറ്റീവായ ഏത് വാല്യൂ വന്നാലും ഇങ്ങനെ തന്നെ ഒരു അവസ്ഥ. അതിന് കറസ്പോണ്ടിങ് ആയ ഒരു R0 ഉണ്ടാവും. ആ ലോവർ ബൗണ്ടിന് അപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയില്ല. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയ ഈക്ക് എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ഇവിടെ എഴുതി വെക്കാം. R cannot be less than R0 since kinetic energy associated with radial motion will be negative for R less than R0 because U effective is greater than E for that points. പിന്നെ വാട്ട് അബൌട്ട് ദ അപ്പർ പോയിന്റ്, അപ്പർ ബൗണ്ട്? R don't have any upper bound. R don't have any upper bound. Any value such that R greater than or equal to R0 is allowed. R0നേക്കാൾ ഈക്വലോ ഗ്രേറ്ററോ ആയ ഏത് വാല്യൂം ആറിന് പോസിബിൾ ആണ്. അതായത് പ്ലാനറ്റും സണ്ണും ഒരു നിശ്ചിത ദൂരം വരെ മാത്രമേ അടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പോയിന്റ് വരെ മാത്രമേ ആ സണ്ണിനും പ്ലാനറ്റിനും അടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ മോഷനെ കുറിച്ച് എന്താ പറയുക? ഇവിടെ ലോവർ ബൗണ്ട് ഉണ്ട്, അപ്പർ ബൗണ്ട് ഇല്ല. ഈ മോഷൻ ടോട്ടലി ബൗണ്ടഡ് അല്ല, കാരണം ആറിന് ഏത് വാല്യൂം പറ്റും. അപ്പോൾ പ്ലാനറ്റിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാനറ്റ് ഇങ്ങനെ അടുത്ത് വന്ന ഒരു നിശ്ചിത വാല്യൂ വരെ പ്ലാനറ്റിന് അടുത്തേക്ക് വരാം. പിന്നെ ഏത് വാല്യൂം ആണെങ്കിൽ എത്ര വരെയും ആണെങ്കിൽ കൂടാം. അപ്പോൾ ഒരു പക്ഷേ പ്ലാനറ്റ് ഇങ്ങനെ തെറിച്ച് പോകാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു കേസാണ്. പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ ഒരു R0, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് സൂര്യനായിട്ട് അടുക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് E ഈസ് ഈക്വൽ ടു 0. E ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസ് നമ്മൾ വേറെ ഗ്രീൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. E ഈസ് ഈക്വൽ ടു 0. E ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലൈൻ തന്നെ, ഈ ലൈൻ തന്നെ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? സെയിം അവസ്ഥ തന്നെ. കാരണം ഇവിടെയും ഇത് കൂട്ടിമുട്ടുന്നത് ഈ പോയിന്റിൽ മാത്രമാണ്. അപ്പോൾ മോഷന് ഇവിടെ വരെ അലൗഡ് ആവും, R0 ഇവിടെ വരെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏതും പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് എല്ലവും പറ്റും. കാരണം ഇവിടെയൊക്കെ U എഫക്റ്റീവ് അല്ല, ഈ ഒരു പോയിന്റുകളിലൊക്കെ R0ൻ്റെ അപ്പുറത്തേക്ക് എല്ലാ പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇവിടെ അല്ല, ഇതല്ലേ U എഫക്റ്റീവ് ഇതാണ്. അപ്പോൾ ഇവിടെ എല്ലാ പോയിന്റിലും എന്താണ്? ഇതിൻ്റെ ഇവിടെ എല്ലാ പോയിന്റിലും E ഗ്രേറ്റർ ദാൻ U എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് E മൈനസ് U എഫക്റ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ ഈസ് പോസിറ്റീവ് ഫ്രം ദിസ് വാല്യൂ ടു എബോവ്. ഇവിടുന്ന് എല്ലാ വാല്യൂസിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ മോഷൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാം സിമിലർ ടു ദ കേസ് ഫസ്റ്റ് കേസിന് അതേപോലെ തന്നെ. പിന്നെ R ഹാവ് ലോവർ ബൗണ്ട്. R ഇവിടെ വരെ ആവാൻ പറ്റും, അതിന് താഴത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അതിന് താഴെയുള്ള പോയിന്റിൽ U എഫക്റ്റീവ് എന്താണ്? ഇതാണ്, ടോട്ടൽ എനർജി ഇതാണ്. അപ്പോൾ U എഫക്റ്റീവ് മൈനസ് ഇതെന്ന് പറഞ്ഞാൽ E മൈനസ് U എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുത് കുറക്കല. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തേക്കുള്ള പോയിന്റുകളൊന്നും പറ്റില്ല, എന്നിട്ടുള്ളേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ മോഷന് പറയാം R0 ഈസ് ദ ലോവർ ബൗണ്ട് ആൻഡ് നോ അപ്പർ ബൗണ്ട്. മോഷന് R0ൻ്റെ മേലേക്കുള്ള ഏത് വാല്യൂ ആവാം. അപ്പോൾ മേലെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? R ഹാവ് ലോവർ ബൗണ്ട് ആൻഡ് നോ അപ്പർ ബൗണ്ട് ആൻഡ് മോഷൻ ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, ഇനി കേസ് 3. കേസ് 3 എങ്ങനെ നോക്കാം? കേസ് 3ൽ ഇപ്പോൾ ഇനി ഏത് എനർജിയാണ്? E ഈസ് നെഗറ്റീവ്, എനർജി നെഗറ്റീവാണെന്ന് വെക്കുക, ലെസ് ദാൻ 0. അപ്പോൾ എങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്ലോട്ട് വരിക? അപ്പോൾ ഈ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഇതിമ്മ കൂട്ടിമുട്ടും. കാരണം ഇതിങ്ങനെ കുറേ വരക്കുമ്പോൾ ഇതിങ്ങനെ പൂജ്യത്തിലെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്ക്. ഇതിങ്ങനെ കുറേ നീട്ടി വരക്കുമ്പോൾ ഇതിങ്ങനെ പൂജ്യത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മളിവിടെ ടോട്ടൽ എനർജി ലൈൻ വരക്കുകയാണെങ്കിൽ ഇതിമ്മ എന്തായാലും കൂട്ടിമുട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു മീഡിയം വാല്യൂ നമ്മൾ ഈക്ക് എടുത്ത് വരക്കാം. സപ്പോസ് E ഈസ് ദിസ്. കേസ് 3 ഇതാണ് കേസ് 3. E ലെസ് ദാൻ 0, E ഈസ് നെഗറ്റീവ്, അതായത് ഇതാണ് കേസ് 3. ആ സമയത്ത്
മോഷന് കൈനറ്റിക് എനർജി പോസിറ്റീവ് ആകുന്ന പോയിന്റുകൾ, അതായത് ഈ ഗ്രേറ്റർ ദാൻ യു എഫക്റ്റീവ് ആകുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പോയിന്റ്, ഇവിടെ മുതൽ ഇവിടെ വരെ, അതായത് ഈ റീജിയനിൽ, ഈ റീജിയൻ മുതൽ ഈ റീജിയൻ വരെ. ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ യു എഫക്റ്റീവ് വലുതായി, ടോട്ടൽ എനർജി അതിനേക്കാൾ ചെറുതാണ്, അപ്പോൾ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവും. അതുകൊണ്ട് മോഷൻ ഇതിൻ്റെ അപ്പുറത്തേക്കും പറ്റില്ല, ഈ ഒരു R1ൻ്റെ അടിയിക്കും പറ്റില്ല, ഈ ഒരു R2വിന് താഴേക്കും പറ്റില്ല. മറ്റേക്കൊന്ന് മായ്ച്ച് കളയാൽക്കാലം. ഓക്കെ, R2 സപ്പോസ് R2 R1, അപ്പോൾ മോഷന് R1ൻ്റെയും R2വിൻ്റെയും ഇടയ്ക്കായിരിക്കും. അതായത് നമ്മുടെ പ്ലാനറ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഇതിങ്ങനെ ഈ പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം R എത്താവുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും, അതുപോലെ മിനിമം R എത്താവുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ഏതുപോലെ നമ്മളെ സൂര്യൻ്റെ, നമ്മളെ എർത്ത് പ്ലാനറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അവസ്ഥ? സണ്ണൊരു ഫോക്കസിലാണ്, ഇങ്ങനെയല്ലേ വരിക. അപ്പം മിനിമം എത്താവുന്നൊരു പോയിൻ്റ് ഉണ്ട്, ഇത് എർത്തിന് മിനിമം എത്താവുന്ന ഡിസ്റ്റൻസ് ആണിത്, മാക്സിമം പോകുന്ന ഡിസ്റ്റൻസ് ഇത്. അതായത് മോഷന് ഇതിൻ്റെ ഇങ്ങനെ ടോട്ടൽ എലിപ്റ്റിക്കൽ ഓർബിറ്റൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മാക്സിമം അടുക്കാവുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, മാക്സിമം അകലാവുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഏത് പോയിൻ്റ് ആണെങ്കിലും, എർത്ത് ഏത് പോയിന്റിലാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും. അതേ കേസാണ് ഇത് ഇവിടെ വരുന്നത്. ഓക്കെ, ഈസ് നെഗറ്റീവ്, അതായത് എനർജി നെഗറ്റീവ്, ടോട്ടൽ എനർജി നെഗറ്റീവ് ആവുന്ന സമയത്ത് മോഷൻ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ഫ്രം ലോ ആൻഡ് അപ്പ്. മോഷൻ ഹാവ് ലോവർ ആൻഡ് അപ്പർ ബൗണ്ട്. നമുക്കിവിടെ എഴുതി വെക്കാം. നെഗറ്റീവ് ആവുന്ന സമയത്ത് ദ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ ഈസ് പോസിറ്റീവ്, ഓൺലി പോസിറ്റീവ് ഫോർ R1 ഗ്രേറ്റർ ദാൻ R ലെസ് ദാൻ R2. അതായത് R1ൻ്റെയും R2ൻ്റെയും ഇടയ്ക്ക് മാത്രമാണ് കൈനറ്റിക് എനർജി പോസിറ്റീവ് ആവുന്നത്. സോ മോഷൻ ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആൻഡ് എബവ്. ആറിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഈ വാല്യൂസ് ആറിന് പോസിബിൾ ആവുള്ളൂ. R1 ഈക്വൽ ടു വേണമെങ്കിൽ ഇടാം, കാരണം കൈനറ്റിക് എനർജി 0 ആവുന്ന പോയിൻ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അലൗഡാണ്. R2 മോഷൻ R1നും R2നും ഇടയ്ക്കായിരിക്കും. ആൻഡ് നമുക്കെന്ത് പറയാം? മോഷൻ ഈസ് ബൗണ്ടഡ് മോഷൻ. ഇനി കേസ് 4 എന്താ? ഇനിയിപ്പോൾ ഏതാ പോസിബിൾ? ഒരു കേസും കൂടി ഇവിടെ പോസിബിൾ അല്ലേ? ഇവിടെ ഒന്ന് വരച്ചു, ഈ 0 വരച്ചു. കൈനറ്റിക് ടോട്ടൽ എനർജി ഇത്ര ഉണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. കേസ് 1ൻ്റെ അവസ്ഥയാണ്. കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ആ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആണെങ്കിൽ അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ സോറി ടോട്ടൽ എനർജി ഇത്ര വരികയാണെങ്കിൽ നമ്മൾ കേസ് 1ൽ പറഞ്ഞു. ടോട്ടൽ എനർജി 0 ആണെങ്കിൽ അത് നമ്മളവിടെ പറഞ്ഞു. ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതും പറഞ്ഞു. അതായത് മോഷൻ ബിലോ എന്നും ബൗണ്ട് ചെയ്തിട്ടുണ്ട്, അബവ് എന്നും ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഷൻ ഓൺലി ടേക്സ് വാല്യൂസ് ഇൻ ബിറ്റ്വീൻ R1 ആൻഡ് R2. ഓക്കെ, ഇനി ഒരു കേസും കൂടി ഉണ്ട്. കേസ് 4 എങ്ങനെ വരിക? നമ്മളിപ്പോൾ വേറൊരു കളർ എടുത്ത് വരച്ചു, പിങ്ക് എടുത്ത് വരക്കാം. ഇവിടെ ടോട്ടൽ എനർജി ഇതാണെന്ന് വെക്കുക. ടോട്ടൽ എനർജി ഇതാണെന്ന് വെക്കുക. അതായത് യു എഫക്റ്റീവ് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നാലാമത്തെ കേസിൽ ജസ്റ്റ് ഇതിമ തട്ടി നിൽക്കുക. അതായത് യു എഫക്റ്റീവ് ആകെ ഇവിടെ ഈസ് ഈക്വൽ ടു ഇ മിനിമം, ഏറ്റവും മിനിമം ആയ എനർജി ഈസ് ഈക്വൽ ടു ഇ മിനിമം ആവുന്ന കേസാണ് ഇപ്പോൾ പറയുന്നത്. ഈസ് ഈക്വൽ ടു ഇ മിനിമം. ഇതിനേക്കാൾ താഴെയുള്ളൊരു എനർജി പോസിബിൾ അല്ല. ആ സമയത്ത് ഇതെന്താണ്? ജസ്റ്റ് നമ്മുടെ യു എഫക്റ്റീവും ഇതും ഇത് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ റേഡിയൽ മോഷൻ്റെ അസോസിയേറ്റ് ആയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇ മൈനസ് യു എഫക്റ്റീവ് ആണ്.
അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് എന്താണ് യു എഫക്റ്റീവ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. ഈ ഭാഗത്തേക്കോ യു എഫക്റ്റീവ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. രണ്ട് സൈഡുക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ സൈഡും പോസിബിൾ അല്ല, ഈ സൈഡും പോസിബിൾ അല്ല. മോഷൻ ഓൺലി ഈ ഒരു ആർ ഈക്വൽ ടു ആർ മിനിമം, ഈ ഒരു പോയിന്റ് മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ. സോറി, ആർ മിനിമം എന്നോ അല്ലെങ്കിൽ എന്തും വിളിക്കാം. ആർ ഈക്വൽ ടു R0, ആർ ഈക്വൽ ടു R0 എന്നുള്ളൊരു പോയിന്റ് മാത്രം ഇവിടെ അലൗഡ് ആവുള്ളൂ. അതിൻ്റെ പുറത്തേക്കും അലൗഡ് അല്ല, അതിൻ്റെ പുറത്തേക്കും അലൗഡ് ആവില്ല. അപ്പോൾ മോഷൻ്റെ പാത്ത് എങ്ങനെ ആയിരിക്കും? അങ്ങനത്തെ ഒരു മോഷൻ്റെ പാത്ത് എന്തായിരിക്കും? എല്ലാ സമയത്തും സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ദൂരം കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. അങ്ങനെയെങ്കിൽ ആ പാത്ത് എന്തായിരിക്കും? നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു സർക്കുലാർ പാത്തായിരിക്കും. സർക്കുലാർ പാത്ത്, നമ്മുടെ പ്ലാനറ്റിൻ്റെ പാത്ത് സർക്കുലാർ ആണെങ്കിൽ അത് മിനിമം എനർജിയാണ്. പക്ഷേ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അങ്ങനെയല്ല, അത് വേറെ വിഷയം. സണ്ണ് അല്ല, നമ്മുടെ എർത്ത് മൂൺ സിസ്റ്റത്തിൽ അങ്ങനെയാണ് അല്ലേ, സർക്കുലാർ പാത്താണ്. അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. നാലാമത്തെ കേസ്, ഫോർത്ത് കേസ്. അപ്പോൾ ഈ 4 കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് കേസ് ഇ ഈസ് ഈക്വൽ ടു ഇ മിനിമം പോസിബിളായ എനർജി. ആ സമയത്ത് എന്താണ് അതിൻ്റെത്? ആർ വിൽ ടേക്ക് ഓൺലി 1 വാല്യൂ, അല്ലെങ്കിൽ ആർ ഈസ് റിസ്ട്രിക്റ്റഡ് ടു one value, particles stay constant distance from one another. അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പകരം നമ്മളിവിടെ പ്ലാനറ്റ് ആണെങ്കിൽ പ്ലാനറ്റ് ആൻഡ് സൺ സ്റ്റേ കോൺസ്റ്റൻറ്റ് അങ്ങനെ പറയാം. പ്ലാനറ്റ് ആൻഡ് സണ്ണും പ്ലാനറ്റും എന്ത് ചെയ്യും? കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവും, കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് എല്ലാ സമയത്തും കീപ്പ് ചെയ്യണമെങ്കിൽ ആ പാത്ത് എന്തായിരിക്കണം? ഒരു സർക്കുലാർ പാത്തായിരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റ് 0 ആണെങ്കിലോ എന്താണ് അവസ്ഥ? അപ്പോൾ പിന്നെ ഈ സാധനം ഉണ്ടാവില്ല. ഇതില്ലെങ്കിൽ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്? അപ്പോൾ ആകെ ഇത് മാത്രമേ പ്രസക്തമായതുള്ളൂ. എല്ലാ ടോട്ടൽ എനർജി പോസിറ്റീവ് ആകുന്ന കേസിലും എന്ത് ചെയ്യും? അത് ആറിന് എല്ലാ വാല്യൂം പോസിബിളാണ്. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ആറിന് ഒരു മാക്സിമം ദൂരമുണ്ട്, താഴേക്ക് ഏതും പറ്റും. രണ്ടും കൊളോയിഡ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്, സണ്ണും പ്ലാനറ്റൊക്കെ. ഈ സെൻട്രിഫ്യൂഗൽ ബാരിയർ ഇല്ലെങ്കിൽ, സെൻട്രിഫ്യൂഗൽ ടേം ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കൺക്ലൂഷനായിട്ട് പറയാൻ ഉള്ളത്, ഈ ഒരു കേസ് എന്തായിരിക്കും? മോഷൻ ഏറ്റവും ഫ്രീ ആയൊരു കേസാണ്. ഈ കേസിൽ ഹൈപ്പർബോള ആയിരിക്കും അതിൻ്റെ പാത്ത്. അതായത് ഇതിപ്പോൾ സണ്ണാണെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോവും. ഇപ്പോൾ ഒരു കമ്മറ്റൊക്കെ ഈ വാൽനക്ഷത്രമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പോവില്ലേ, അപ്പോൾ അതൊരു ഹൈപ്പർബോളിക്ക് ആയിട്ട്. ഇനി ചില സമയത്ത് പരാബോള ഉണ്ടാവും. ഒന്നും കൂടി ഉണ്ടായ സമയത്ത് പരാബോള ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് പരാബോള ആയിരിക്കും. കേസ് 2 പരാബോള. കേസ് 3 ആണെങ്കിലോ, അതിപ്പോൾ നമ്മൾ പറഞ്ഞു എർത്ത് സൺ സിസ്റ്റത്തിൻ്റെ ഒക്കെ കേസ് 3 ആണ്. മേലെ ആറിന് ചെറിയൊരു വാല്യൂ ഉണ്ട്, മാക്സിമം ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ആർ എപ്പോഴും ഉണ്ടാവുക. അതായത് എലിപ്സ്. ഇത് എലിപ്സിനാണ് കറസ്പോണ്ടിങ് ആവുക, എലിപ്സ്. നാലാമത്തെ പിന്നെ പറയാനില്ല, സർക്കിളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. നമ്മൾ മോഷൻ എന്ത് ചെയ്തു? എനർജി ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആകെ ചെയ്തതെന്താ? എഫക്റ്റീവ് എനർജി നമ്മൾ ആദ്യം കണ്ടെത്തി. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയായിരുന്നു. എഫക്റ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ L²/2μr² - U of R ആണ്. U of R നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ആ ഫോർമുല വെച്ച് കണ്ടെത്തി, അതിവിടെ കൊടുത്തു. രണ്ടിൻ്റെ പ്ലോട്ടും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു, രണ്ടിനെയും കമ്പൈൻഡ് ആയത് വരച്ചു, യു എഫക്റ്റീവ്. ഈ ടോട്ടൽ എനർജീൻ്റെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്താണോ അതിനനുസരിച്ചായിരിക്കും മോഷൻ്റെ നേച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. താങ്ക് യു.